നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഭ്രമം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. പരിചയപ്പെട്ട നാൾ മുതൽ അവരിലൊരു വ്യത്യസ്തത തോന്നിയിരുന്നു. കാഴ്ചയിൽ ഒരു പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെയുണ്ട്. അവരുടെ സംസാരം ആരെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ളതാണ്. എല്ലാത്തിനെക്കുറിച്ചും ഗഹനമായ വിവരമുള്ളതുപോലെ തോന്നിക്കും. 80 മുകളിൽ പ്രായമുണ്ട്. എന്നാൽ കണ്ടാൽ ഒരു 70 പ്രായമേ തോന്നൂ. ഈ പ്രായത്തിലും ശാസ്ത്രീയ സംഗീതം നന്നായി പാടും. ദിവസവും സാധകം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിലെ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചുള്ള പരിചയമാണ്. അവിടെയുള്ള എല്ലാ ഗ്രൂപ്പുകളിലും സദസ്സുകളിലും അവർ സജീവ സാന്നിധ്യമായിരുന്നു. പദവികൾ എടുക്കാനും അത് നന്നായി നടത്തിക്കൊണ്ടു പോകാനുമുള്ള കഴിവ് അവർക്കുണ്ട്. എല്ലാവരും ടീച്ചർ ആണ് വിളിക്കുന്നത്. മാലതി എന്നാണ് അവരുടെ പേരെന്ന് ഈയിടെയാണ് എനിക്ക് മനസ്സിലായത്. ടീച്ചർ എന്താണ് പഠിപ്പിച്ചിരുന്നത്, എവിടെയാണ് പഠിപ്പിച്ചിരുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. ഒറ്റയ്ക്കാണ് താമസം. സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതം. ഇടപെടുന്ന ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടെയാണ് ടീച്ചർ പെരുമാറുന്നത്. വീട്ടുകാരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും അല്പം പറയും. വളരെ സ്വാഭാവികമായി സംസാരിക്കും. ഒരാളോട് പറയുന്ന വിവരങ്ങളല്ല മറ്റൊരാളോട് പറയുന്നത്. അത് പിന്നീടാണ് മനസ്സിലായത്. ഭർത്താവിൻ്റെ മരണം പോലും പല രീതിയിലാണ് പലരോടും പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് ജോലിയിൽ ആരായിരുന്നു എന്നും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ പലരോടും പലത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ടീച്ചറെപ്പറ്റി കൃത്യമായി ഒന്നും അറിയില്ല. കുറച്ചു നാളായി ടീച്ചർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാറില്ല. പൊതുവെ ആരോഗ്യം മോശമായിട്ടുണ്ട്. അതറിഞ്ഞ് ദൂരെ താമസിക്കുന്ന മകൾ അമ്മയ്ക്കരികിൽ വന്നിട്ടുണ്ട്. കസേരയിൽ ഇരുന്ന് ആരോടെന്നില്ലാതെ ടീച്ചർ പിറുപിറുത്തു. ഇന്നും അവൻ എനിക്കായി കാത്തിരിക്കുന്നു. നന്നായി പാട്ടുപാടുമായിരുന്നു. ഇടയ്ക്ക് എനിക്ക് വേണ്ടി പാട്ടുകൾ പാടിത്തരാറുമുണ്ട്. ടീച്ചറുടെ ഓർമ്മകൾക്ക് ഇപ്പോഴൊരു വേറിട്ട നിറമുണ്ട്. വയസ്സിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവർ തൻ്റെ യൗവനം വീണ്ടും വരയ്ക്കുന്നു. പൊടിപ്പും തൊങ്ങലും ചേർത്താണെന്ന് മാത്രം. എന്നെ കല്യാണം കഴിക്കാൻ പലരും വന്നിരുന്നു. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ചെറുപ്പത്തിൻ്റെ തിളക്കം തെളിയും. കാറ്റിൽ ചായുന്ന നെൽക്കതിര് പോലെ ആയി മാറും അവരുടെ ശരീരഭാഷ. അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മകൾ മിണ്ടാതിരിക്കും. അമ്മയുടെ കഥകളുടെ ഏത് ഭാഗം സത്യം, ഏത് ഭാഗം മിഥ്യാനുഭവം എന്ന് അവൾക്കിനിയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ടീച്ചർ ഒറ്റയ്ക്ക് സംസാരം തുടർന്നു. അവരിൽ ഒരാൾ, ടീച്ചറുടെ ശബ്ദം മൃദുവായി, രാമൻ. അവൻ ഇന്നും എന്നെ കാത്തിരിക്കുന്നു. വിവാഹം പോലും കഴിച്ചിട്ടില്ല. ഞാൻ വരുമെന്ന് പറഞ്ഞ് ദീർഘനിശ്വാസത്തോടെ അവർ പറഞ്ഞു നിർത്തി. ഇതൊക്കെ കേട്ട് വീട്ടിലൊരു നിശബ്ദത വീഴും. മകൾ മറുപടി ഒന്നും പറയില്ല. രാമൻ എന്നുള്ള പേര് ഒരാളെക്കുറിച്ച് കുടുംബത്തിൽ ആരും കേട്ടിട്ടില്ല. ഏറ്റവും അടുത്ത ആരോടും ചോദിച്ചാലും വ്യക്തമായൊരു മറുപടിയും കിട്ടിയില്ല. പക്ഷേ ടീച്ചറുടെ മനസ്സിൽ രാമൻ വളരെ വ്യക്തമാണ്. അവൻ വലിയ ധൈര്യവാനായിരുന്നു. എന്നെ കൊണ്ടുപോകാൻ ഒരിക്കൽ രാത്രി വന്നിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ വേദനിപ്പിക്കാനായില്ല. അവർ അത് പറയുമ്പോൾ അവരുടെ കൈകൾ വായുവിൽ ആരുടെയോ വിരലുകൾ പിടിക്കാൻ ഒരുങ്ങുന്നത് പോലെ നീങ്ങുന്നത് കണ്ടു. ഞാൻ വിവാഹം കഴിച്ച ആ ദിവസം അവൻ ദൂരത്ത് നിന്ന് എന്നെ നോക്കിത്തന്നെ നിന്നു. അവൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. പിന്നെ അവൻ രഹസ്യമായി എന്നോട് പറഞ്ഞു, നീ സന്തോഷത്തോടെ ഇരിക്കണം, ഞാൻ കാത്തിരിക്കാം. ഇതൊരു പക്ഷേ ഒരിക്കലും നടന്നിട്ടില്ലാത്ത പ്രണയത്തിൻ്റെ കഥയായിരിക്കാം. അല്ലെങ്കിൽ നടന്നിട്ടും ആരും ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ സംഭവത്തെ അവരുടെ മനസ്സൊരു മഹാകാവ്യമായി മാറ്റിയതായിരിക്കാം. മകൾ ഓർത്തു. ഇന്നും അവൻ അവിടെ തന്നെയുണ്ട്. ടീച്ചർ ജനൽക്കരയിൽ പോയി നോക്കി നിന്നു. ഞാൻ വരുമെന്ന് കരുതി പഴയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എനിക്കിഷ്ടമുള്ള വെളുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടാകും. അവർ പിറുപിറുത്തു. ജനലിന് പുറത്ത് ശൂന്യമായ മുറ്റം മാത്രം. എന്നാൽ അവരുടെ കണ്ണുകളിൽ ഒരാൾ നിൽക്കുന്നു. വിവാഹം കഴിക്കാതെ സ്വന്തം ജീവിതവും സമയവും കളഞ്ഞ് അവരുടെ പേരിൽ ജീവിച്ച ഒരാൾ. അതൊരു ഭ്രമദർശനമാണോ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ പോയ പ്രണയത്തിൻ്റെ മാനസിക പൂരണമാണോ? അവരുടെ ജീവിതത്തിൽ കിട്ടിയതിനേക്കാൾ കിട്ടാതിരുന്നതാണോ കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്? മനസ്സ് ചിലപ്പോൾ വേദന സഹിക്കാനാവാതെ അതിനൊരു കാത്തിരിപ്പിൻ്റെ രൂപം കൊടുക്കാറുണ്ട്. മകൾ നിശബ്ദമായി എല്ലാം കണ്ടും കേട്ടും നിന്നു. ആ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ മകൾ അരികെ ഇരുന്ന് അമ്മയെ ആശ്വസിപ്പിച്ചു.
രാത്രിയുടെ യാമങ്ങളിൽ എന്തോ ശബ്ദം കേട്ട് മകൾ അമ്മയുടെ കിടക്കക്കരിയിൽ വീണ്ടും ചെന്നിരുന്നു. ചുണ്ട് പതിയെ അനക്കുന്നുണ്ട്. ശ്രദ്ധിച്ചപ്പോൾ അവർ പതിയെ പറയുന്നു, രാമ, ഞാൻ വരുന്നു, കാത്തിരിക്കൂ. മകൾ അമ്മയുടെ അടുത്ത് ഇരുന്ന് നെറ്റിയിൽ ഒരു കൈ വെച്ചുകൊണ്ടിരുന്നു. മറ്റേ കൈ അമ്മയുടെ കയ്യിലും പിടിച്ചു. ആ സ്പർശം വെറും ഒരു സാന്ത്വനമല്ല, മറിച്ച് അത് ബാല്യത്തിൻ്റെ മടിയിലേക്കുള്ള മടക്കയാത്രയായിരുന്നു. ഇന്ന് അമ്മയുടെ കൈകൾ ദുർബലമായിരിക്കാം, പക്ഷേ അവയെ തൊടുമ്പോൾ മകൾക്ക് സ്വന്തം ശക്തി പോലും തളരുന്നതായി തോന്നി. ഒരിക്കൽ തന്നെ കാത്തു നിർത്തിയ തണലാണ് ഇതെന്ന ചിന്ത അതിപ്പോൾ ചായുന്നു എന്ന ഭയം മനസ്സിൽ നിറയുന്നു. അമ്മയുടെ നെറ്റിയിൽ വിരൽ വെച്ചപ്പോൾ അവൾക്കുള്ളിൽ ഒരു നിശബ്ദ പ്രാർത്ഥനയുണ്ടായിരുന്നു. അവളുടെ ആ സ്പർശത്തിൽ സ്നേഹമുണ്ട്, കൃതജ്ഞതയുണ്ട്, ഭയമുണ്ട്, പറയാതെ വെച്ച അനവധി വാക്കുകളുടെ ഭാരമുണ്ട്. ക്ഷീണം കൊണ്ട് അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. അമ്മയുടെ നെറ്റിയിൽ വെച്ചിരുന്ന അവളുടെ കൈക്ക് പെട്ടെന്ന് തണുപ്പ് തട്ടിയതുപോലെ തോന്നി. അവൾ നടുക്കത്തോടെ ഞെട്ടി ഉണർന്നു. അമ്മയുടെ ശ്വാസം സാവധാനം ശാന്തമായി നീങ്ങുകയായിരുന്നു. ശ്വാസമൊന്ന് മന്ദമായി നിന്നതുപോലെ തോന്നിച്ചു. നെഞ്ചിൻ്റെ ചലനം പതിയെ അവസാനിച്ചു. വിരലുകളുടെ പിടുത്തം പതുക്കെ ശൂന്യമായി. മുന്നിൽ എന്തോ തെളിഞ്ഞതുപോലെ ഒരു ബിന്ദുവിലേക്ക് ടീച്ചറുടെ കണ്ണുകൾ ആഴത്തിലേക്ക് നോക്കുന്ന രീതിയിൽ നിശ്ചലമായി. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.